ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വൈകുന്നേരത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കർക്കിടകം ഒന്നായതുകൊണ്ട് നല്ലൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തു. ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ ഒരു 3-4 ദിവസം നല്ല വെയിലായിരുന്നു. പിന്നെ ഇന്നലെ കർക്കിടകം ഒന്നായതുകൊണ്ട് നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം കപ്പ ഉണ്ടായിരുന്നു. കപ്പ പുഴുങ്ങിയതും ചെണ്ടനായിട്ട് പുഴുങ്ങിയതും നല്ല മത്തി മുളക് ഇട്ടതും കട്ടൻ ചായ, അങ്ങനെ ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഉച്ചക്ക് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് അത്യാവശ്യം മഴയൊക്കെ പെയ്തിപ്പോൾ ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട് കേട്ടോ. ഇസ്കുട്ടി നമ്മുടെ ചെമ്പരത്തി ലൈം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ ഇട്ടിട്ട് കളറൊക്കെ ഇട്ട ആ വെള്ളമുണ്ടല്ലോ, അതിലേക്ക് ചെറുനാരങ്ങ പിഴിയുമ്പം ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് കളർ കിട്ടും കേട്ടോ. നല്ല അടിപൊളി ലൈമാണ് കേട്ടോ. ഇസ്കുട്ടി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരടുപ്പിൽ കുക്കറിൽ പെട്ടെന്നാകാൻ വേണ്ടി കുക്കറിലാണ് കപ്പ വെച്ചത്. നമ്മുടെ കറി അവിടെ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലൊരു 3 വിസിലാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ കുക്കറിൽ ഒരു 3 വിസിലാണ്. പെട്ടെന്ന് വിസിൽ വരും കേട്ടോ. ഒരു വിസിൽ വന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ 2 വിസിലും കൂടി വരും. അപ്പോൾ എനിക്ക് കപ്പ അത്യാവശ്യം നല്ല രീതിയിൽ വേണം. അപ്പോൾ 3 വിസിൽ വന്നപാടെ തന്നെ അതിൻ്റെ പ്രഷർ ഞാൻ കളഞ്ഞു. പ്രഷർ പോകാനൊന്നും വെയിറ്റ് ചെയ്തില്ല. അതിൻ്റെ പ്രഷർ കളഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയുന്നുണ്ട്. പിന്നെ നമ്മൾ അരിപ്പ് കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിലൊരു കിണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് അതിലെ വെള്ളമൊക്കെ അങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കപ്പ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പൂപോലെ വേവണം, എന്താ പറയുക, ഹാർഡായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ കപ്പ നല്ല പോലെ വെന്താലാണ് എനിക്കിഷ്ടം. ചിലയാൾക്ക് ഇത്രയും വേവേണ്ടി വരില്ല കേട്ടോ. ഒന്ന് തണിയുമ്പോൾ കുറച്ച് ഹാർഡാകും കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊരു കട്ടൻ ചായയും കൂടി വെച്ചിട്ടുണ്ട്. എനിക്കും ഉമ്മാക്കും മാത്രമേ കട്ടൻ ചായ ഉള്ളൂ. കുട്ടികൾ ലൈമാണ് കേട്ടോ. അപ്പോൾ നല്ല കപ്പയും അതിൻ്റെ കൂടെ നല്ല മത്തിമുളക് ഇട്ടത്, കൊടംപുളി ഇട്ട് വറ്റിച്ച മത്തിമുളക് ഇട്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷം ഒരു മീൻ കൂട്ടുന്ന ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റില്ലേ, ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നോർമലായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തിയും നത്തൽ ചെറിയ മീനൊക്കെ നമുക്ക് കറി വെച്ച് കഴിക്കാം. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കപ്പ കണ്ടപ്പോൾ അതിൻ്റെ കൂടെ മത്തിമുളക് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇപ്പം എണറൊക്കെ വരുന്നുണ്ട്. നല്ല മത്തിയാണ് കേട്ടോ. അങ്ങനെ മുട്ടയുള്ള മത്തിയാണ് ഇപ്പം വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചാറും മീനും കപ്പയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് കഴിക്കുന്നുണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. പുറത്ത് മഴയും കൂടി ആകുമ്പോൾ പറയേണ്ട ഒരു പ്രത്യേക ഫീലാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. നമ്മുടെ ഒരു കുഞ്ഞു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും കപ്പയും മത്തിമുളകിട്ടതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചമ്മന്തി ആയാലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ മത്തിമുളകിട്ടത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.